ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെ ഇവരെ ഞാൻ ചേർന്ന് സാധനം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിൽ നിന്നാണ് പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജോൺ ജോയ് മാത്യുവാണ്. ഈ ദിവസങ്ങളിൽ താൻ ദൈവസന്നിധിയിൽ തൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കേണ്ടതിനായിട്ട് തനിക്ക് വേണ്ടി ദൈവം കരുതുമെന്നും തൻ്റെ കുടുംബജീവിതത്തെ കർത്താവ് ഒന്നാക്കുമെന്നും തനിക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് താൻ വിശ്വസിക്കുകയാണ്. എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കും? നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയരെ, കർത്താവ് തനിക്ക് വേണ്ടി ഒരു പ്രവർത്തിക്കേണ്ടതിനായിട്ട്, തനിക്ക് വേണ്ടി ആ ദേശത്ത് പുതിയൊരു ജോലിയുടെ മാർഗം തുറക്കേണ്ടതിനായിട്ട്, അതേപോലെ തന്നെ തൻ്റെ ഫാദറിനെ, തൻ്റെ പപ്പായെ യേശു പൂർണ്ണമായി സൗഖ്യമാക്കേണ്ടതിനായിട്ട്, തൻ്റെ കുടുംബത്തിന് വേണ്ടി ദൈവം എഴുന്നേറ്റു എന്ന് പറയുവാൻ, തൻ്റെ കുടുംബത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു എന്ന് പറയുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം. ദൈവപ്രവർത്തിക്കായിട്ട് ഒരുമിക്കാം. കർത്താവ് ആർക്കും കടക്കാനല്ലല്ലോ അപ്പ. കർത്താവിൻ്റെ കരം വെളിപ്പെടുന്നതിനായിട്ട് നമുക്ക് വിശ്വസിക്കാം. ഞാൻ വിശ്വസിക്കുന്നത് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോൺ ബറിന് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും. ദൈവപ്രവൃത്തി വെളിപ്പെടും. തൻ്റെ പ്രാർത്ഥന വൃഥാവായില്ലെന്നും താൻ ദൈവത്തിന് വേണ്ടി നിന്നത് വൃഥാവായില്ലെന്നും ലോകം അറിയാൻ പോവുകയാണ്. കർത്താവെ, അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി നന്ദി. നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായിട്ട് ദൈവത്തിൻ്റെ കരം ചലിക്കണമേ അപ്പ. കർത്താവെ, ഞങ്ങളെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ കർത്താവ് ആർക്കും കടക്കാനല്ലെന്നും, കർത്താവെ, ജോൺ ബറിന് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലിയുടെ മാർഗം, അതേപോലെ തൻ്റെ കുടുംബത്തിൻ്റെ തടസ്സങ്ങൾ മാറി കർത്താവെ ഐക്യതയും സ്നേഹവും വെളിപ്പെടുന്നതിനായി ദൈവത്തിൻ്റെ കരം, ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് വിശ്വസിച്ച് അടുത്തു വരുന്ന ആശ്രയിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി കർത്താവ് ഭയങ്കര കാര്യങ്ങൾ ചെയ്യേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുക അപ്പ. കർത്താവെ, കുടുംബത്തെ അത്ഭുതത്തിലേക്ക് നടത്തണമേ അപ്പ. ഇന്ന് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർ അത്ഭുതങ്ങൾ കണ്ടു തുടങ്ങണമേ അപ്പ. ഇവർ വിളിക്കുന്ന ദൈവം ഇവർക്ക് വേണ്ടി കടക്കാരനല്ലെന്ന് പറയുവാൻ കർത്താവെ അങ്ങ് പ്രവർത്തിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടണമേ അപ്പ. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതങ്ങൾ ചെയ്യണമേ അപ്പ. കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവെ, പിതാവിന് പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ. ഈ കുടുംബത്തെ അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യണമേ അപ്പ. തൻ്റെ പുതിയ ജോലിയുടെ വഴി അങ്ങ് തുറക്കാൻ പോകുന്നതിനായിട്ട്, ദൈവം ആ ദേശത്തിൽ ദൈവം തന്നെ മാനിക്കാൻ പോകുന്നതിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു വിടുതൽ വെളിപ്പെടുത്തണമേ. കർത്താവ് അത് ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നതാണ്. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഇവർക്കും മാറ്റം കൊടുക്കുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ച എല്ലാ വിധങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒന്ന് തിരിഞ്ഞു നോക്കി ഈ പകർച്ചവ്യാധിയുടെ മധ്യത്തിൽ, ഒത്തിരി പ്രതികൂലത്തിന് മധ്യത്തിൽ ദൈവം നമ്മെ സൂക്ഷിച്ച വിധങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ ഈ പ്രാരംഭത്തിൽ തന്നെ ദൈവത്തിന് നന്ദി പറയുകയാണ്. അല്ലെങ്കിൽ ഒത്തിരി തകർച്ചയിൽ, ഒത്തിരി പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നുപോയെങ്കിലും അതിനകത്തെല്ലാം എൻ്റെ ദൈവം എന്നെ കരുതി, എന്നെ സൗഖ്യമാക്കി, എൻ്റെ പ്രതികൂലങ്ങളുടെ നടുവിലെല്ലാം എന്നെ കരം പിടിച്ച് എനിക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറന്നു. ഈ പ്രാരംഭത്തിൽ തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിത് പറയാൻ കാരണം എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ ഒന്നുമില്ല പ്രിയരെ. തമ്പുരാൻ ഓരോ ദിവസവും അന്നുള്ള ആഹാരം തരുന്ന, അന്നുള്ള വാതിൽ തുറക്കുന്ന ദൈവം ഈ എപ്പിസോഡുകളെ മിനിസ്ട്രിയെ മുമ്പോട്ട് നടത്തുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ അത്ഭുതകരം വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. വലിയ ദൈവപ്രവർത്തികൾ എഴുന്നേറ്റ് വരാൻ പോവുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ? എൻ്റെ കൂടെ പ്രാർത്ഥിക്കണം കേട്ടോ. അത്ഭുതം ഈ വചനം കേട്ടുകൊണ്ടിരിക്കും ആമേൻ പറയാൻ പറ്റുന്നവർ ആമേൻ പറയണം. കാരണം വചനത്തിൻ്റെ ശക്തി ഭയങ്കര വലിപ്പമുള്ളതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വചനമാണ് ജഡമായി തീർന്നത്. വചനത്തിന് നിങ്ങളുടെ മേളിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരാൻ പറ്റും. വചനത്തിന് സൗഖ്യത്തെ കൊണ്ടുവരാൻ പറ്റും. വചനത്തിന് സമാധാനത്തെ കൊണ്ടുവരാൻ പറ്റും. ദൈവശബ്ദം നിങ്ങളുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കും. ഹല്ലേലൂയ. ശതാധിപൻ ഈ ദൈവശബ്ദത്തെ തിരിച്ചറിയാവുന്നതുകൊണ്ട്, അധികാരത്തെ തിരിച്ചറിയാവുന്നതുകൊണ്ട് പറഞ്ഞു, അങ്ങൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് പുറപ്പെട്ടാൽ മതി, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കും. നിങ്ങളുടെ പടകുകൾ അത്ഭുതം കൊണ്ടുവരും. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടെങ്കിൽ അത്ര ശ്രദ്ധയോടുകൂടെ ദൈവവചനത്തെ നിങ്ങൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ, ദൈവവചനത്തെ നിങ്ങൾ പ്രിയം വെച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മഹാസമാധാനം വെളിപ്പെടും. 119-ാം സങ്കീർത്തനം 165-ാമത്തെ വാക്യം പറയുക, നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയം വെച്ചിരിക്കുന്നവർക്ക് മഹാസമാധാനമുണ്ട്.
അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതും ഇല്ലെന്നുള്ളതാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് തകരുമെന്നും തീരുമെന്നൊക്കെ പറയുന്നതിനകത്ത് വചനത്തെ ഒന്ന് മുറുകെ പിടിക്കുക. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും സമാധാനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എപ്പിസോഡിൽ സമാധാനം എങ്ങനെ പ്രാപിക്കുക എന്നുള്ളത് അറിയാം. നമുക്ക് ആ സമാധാനം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കൂടെ നിങ്ങൾ സ്വീകരിക്കണം കേട്ടോ. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. ഒന്നുകൂടെ നിങ്ങളെ ഓർപ്പിക്കുകയാണ്, എപ്പിസോഡുകൾ നഷ്ടമാകുന്നുവെങ്കിൽ നിങ്ങൾ പ്രത്യേകമായി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. പാസ്റ്റർ റോയ് ഹെൻറി എന്ന് യൂട്യൂബിൽ ടൈപ്പ് ചെയ്താട്ടെ, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അനേക വലിയ മെസ്സേജുകൾ അതിനകത്തുണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. ലൈവായി നിങ്ങൾക്ക് ആ യൂട്യൂബിൽ അത് കാണാൻ കഴിയും. ഹല്ലേലൂയ. അനേകർക്ക് ഇത് അനുഗ്രഹമാകും. നിങ്ങൾ ഈ യൂട്യൂബ് ലിങ്ക് മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ കാണും. ഹല്ലേലൂയ. എങ്കിൽ നമ്മൾ ഇന്നത്തെ ചിന്തയിലേക്ക് കടന്നു വരികയാണ്. ദൈവിക സമാധാനം എങ്ങനെ പ്രാപിക്കാൻ കഴിയും? ചെറിയ മേഖലയിൽ നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിലേക്ക്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. പ്രിയരെ, എന്നോട് നിങ്ങളോട് ഇടപെട്ട വചനത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. ഈ വചനത്തിനകത്ത് ഞാൻ നിങ്ങൾ ചിന്തിക്കുമ്പോൾ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്നിട്ട് അടുത്ത പദം വീണ്ടും പറയും, എൻ്റെ സമാധാനം. ആദ്യം സമാധാനം തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത പദത്തിനകത്ത് ഒന്നുകൂടെ ഉറപ്പിക്കുക. സമാധാനം അറിയാവും, യേശുവിൻ്റെ സമാധാനം. ഇന്ന് എത്ര തകർച്ചയിൽ കേൾക്കുന്നവരാണെങ്കിലും നിങ്ങൾ യേശുവിൻ്റെ സമാധാനത്തെ സ്വീകരിക്കണം. ഒരു വ്യക്തി സൗഖ്യമാകുന്നതിന് മുമ്പേ ആ വ്യക്തിയുടെ മേളിൽ വെളിപ്പെടുന്ന ഒന്നാണ് സമാധാനം. ഒരു മരുന്ന് കഴിക്കുമ്പോൾ ആ മരുന്നിലൂടെ നിങ്ങൾക്ക് ഭേദം വരുന്നു എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന സമാധാനത്തിലാണ്. നിങ്ങൾക്ക് നാളെ ഒരു വ്യക്തി സാമ്പത്തികമായി സഹായിക്കാമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുമ്പോൾ നിങ്ങൾ ആ വിടുതലിലേക്ക് നടക്കുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന സമാധാനത്തിലേക്കാണ്. ആകുലതകൾ നമ്മെ എങ്ങും എത്തിക്കത്തില്ല. ഹല്ലേലൂയ. ഈ വചനത്തിൽ ആഴമായി ശ്രദ്ധിക്കാമെങ്കിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ ഭ്രമിച്ചു പോകരുതെന്ന് തമ്പുരാൻ പറയുക. ഹൃദയം കലങ്ങിപ്പോകുന്നവന് ഒരിക്കലും ഒരു നന്മ പ്രാപിക്കാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ ഓർപ്പിച്ച് പറയുക, ഭയങ്കരമായ ഹൃദയകലക്കം, കുടുംബ പ്രശ്നത്തിനകത്ത്, ജോലിയുടെ പ്രശ്നത്തിനകത്ത്. ഹല്ലേലൂയ. ഹൃദയം കലങ്ങിക്കഴിഞ്ഞാൽ ഒന്നിനകത്ത് നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഭയങ്കര ഭാരമായിരിക്കും. ഹല്ലേലൂയ. ചെയ്യുന്നതിനകത്തെല്ലാം ഒരു പൂർണ്ണത വെളിപ്പെടാതെ വരും. എന്നാൽ ഇന്ന് ഈ രഹസ്യത്തെ നിങ്ങൾ തിരിച്ചറിയണം. കർത്താവിൽ നിന്ന് ആ വലിയ സമാധാനത്തെ പ്രാപിക്കാൻ, കർത്താവിൽ നിന്ന് ആ വലിയ രഹസ്യത്തെ പ്രാപിപ്പാൻ നിങ്ങൾ തയ്യാറാകണം. കർത്താവെ, എൻ്റെ കൂടെ പ്രാർത്ഥനയിൽ നിൽക്കുന്ന ഈ മക്കൾ ദൈവിക സമാധാനത്തിൽ നിറയട്ടെ. ഈ മക്കൾ വലിയ അത്ഭുതങ്ങൾ പ്രാപിക്കട്ടെ. ഞാൻ വിശ്വസിച്ചുകൊണ്ട് വചനം പറയുന്ന ഈ മിനിറ്റിൽ നിങ്ങളും എൻ്റെ കൂടെ പ്രാർത്ഥനയിൽ ഇതിനെ സ്വീകരിക്കണം. ഹല്ലേലൂയ. അപ്പം ഹൃദയകലക്കത്തിൽ ഭയങ്കരമായി ഭയന്നു പോയവരെന്നെ ശ്രദ്ധിക്കുന്നവരുണ്ട്. എന്നാൽ അതിനെല്ലാം മറികടന്നുകൊണ്ട് കർത്താവിൻ്റെ സമാധാനം എനിക്ക് തന്നിരിക്കുന്നു എന്ന് പറയാനായിട്ട്. ഹല്ലേലൂയ. യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പേ യേശുവിനെ കുറിച്ചൊരു പ്രവചനം ഏശയ്യാവ് വിളിച്ചു പറഞ്ഞു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. സമാധാനത്തിൽ സമ്പന്നന നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ജനനത്തിൽ തന്നെ സമാധാനത്തിൻ്റെ പ്രഭു. ആ കർത്താവിൻ്റെ സമാധാനമാണ് കാൽവരി ക്രൂശിലൂടെ എനിക്കും നിങ്ങൾക്കും ദാനമായി ലഭിച്ചിരിക്കുന്നത്. എങ്കിൽ ചാകാറായ ശേഷിപ്പുകളെ എൻ്റെ കർത്താവ് ജീവിപ്പിക്കും. ചതഞ്ഞോടെ ഒടിക്കാത്ത, പുകയുന്ന തിരികെ കെടുത്താത്ത കർത്താവിൻ്റെ കരം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. വിശ്വാസത്തിൽ അതിനെ സ്വീകരിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ വിശ്വാസം വർദ്ധിക്കണം. വിശ്വാസം എങ്ങനെ വർദ്ധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആകയാൽ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്ന് പറയുന്നു. വിശ്വസിക്കാമെങ്കിൽ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ സ്ഥിതികളെ മാറ്റും. വചനത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങളെ ചെയ്യും. ഒരുമിച്ച് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ ചേർന്ന് വിശ്വസിക്കണം. കാരണം ദൈവിക സമാധാനം എന്നുള്ള ചിന്തയ്ക്കകത്തോട്ട് വരികയാണ്. ഞാൻ ഇതിനെ 3ആയി തിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തി എങ്ങനെ ദൈവിക സമാധാനം പ്രാപിക്കാൻ കഴിയും? ഒന്നാമത്തെ വിഷയം, അവൻ ദൈവം തന്നിരിക്കുന്ന സമാധാനത്തെ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ കുറിവാക്യമായി വായിച്ച വാക്യത്തിനകത്ത് സമാധാനം ഞാൻ തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇന്ന് ആദ്യമായി ശ്രദ്ധിക്കുന്നവരും കേൾക്കുന്നവരും ഒക്കെ ഒരുമിച്ച് പറയണം, ദൈവിക സമാധാനമാണ് എന്നിൽ വ്യാപരിക്കുന്നത്. ആ ദൈവിക സമാധാനം എൻ്റെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഹല്ലേലൂയ. ആ ദൈവം തരുന്ന സമാധാനത്തെക്കുറിച്ച് നിങ്ങൾ ഒന്നുകൂടെ
യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം 33 വാക്യം ശ്രദ്ധിച്ചു നോക്കിയേ. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വചനത്തിനകത്ത് എത്ര പേർ ആമേൻ പറയും? കർത്താവ് എന്നോട് നിങ്ങളോട് പറയുക, എന്നിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതിനായിട്ട്, ദൈവത്തിൽ എനിക്ക് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതിനായിട്ട്. ദൈവം തരുന്ന സമാധാനത്തെക്കുറിച്ച് ആദ്യം ചിന്തിക്കുന്നത്, ദൈവം പറയുക, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെട്ടോ, ഞാനതിനെ ജയിച്ചിട്ടുണ്ട്. എല്ലാ പ്രതികൂലത്തിലും എല്ലാ കഷ്ടത്തിലും നിൽക്കുന്നവരോടും തമ്പുരാൻ പറയുക, എൻ്റെ സമാധാനത്തിനകത്ത് ധൈര്യപ്പെട്ടോ, നിനക്കതിനെ ജയിക്കാൻ പറ്റും. വിശ്വസിക്കാമെങ്കിൽ ഈ വചനത്തെ അതേപോലെ സ്വീകരിച്ചോ. എല്ലാ പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവത്തിൻ്റെ സമാധാനത്തിനകത്ത് ധൈര്യപ്പെട്ടോ, നിനക്കതിനെ ജയിക്കാൻ പറ്റും. നിങ്ങൾ അനുഭവിക്കുന്ന ഏത് രോഗമായിക്കോട്ടെ, ഏത് പ്രതികൂലമായിക്കോട്ടെ, ഏത് പ്രശ്നമായിക്കോട്ടെ, അതിനെ നിനക്ക് ദൈവിക സമാധാനത്തിനകത്ത് ജയിക്കാൻ പറ്റും. ഹല്ലേലൂയ. സൗഖ്യമാകാൻ പറ്റും. ഹല്ലേലൂയ. 12 വർഷമായ രക്തസ്രാവ സ്ത്രീ കർത്താവിൻ്റെ തൊങ്ങലിൽ തൊടുമ്പോൾ അവളുടെ ബാധ മാറി, അവൾ സ്വസ്ഥയായെന്നാണ് പറയുന്നത്. രോഗസൗഖ്യത്തിനകത്ത് വെളിപ്പെടുന്ന ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദൈവിക സമാധാനമാണ്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ ദൈവം തരുന്ന സമാധാനത്തെ സ്വീകരിച്ചാട്ടെ. എങ്കിൽ രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത്, പലവർക്കും പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴൊക്കെയും അല്ലെങ്കിൽ ഇന്നലകളിൽ ചെയ്ത പാപത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്നലകളിൽ ചെയ്ത ആ കുറ്റബോധം അവരെ ഭരിക്കുവാൻ തുടങ്ങും. ഓ ഹല്ലേലൂയ. ആരോ നിങ്ങളുടെ അടുക്കൽ വന്ന് പറയുന്നു, നീ ഇതിനൊന്നും യോഗ്യനല്ല, നിനക്കിതൊന്നും സാധ്യമാകത്തില്ല, നിൻ്റെ ജീവിതത്തിൽ വിടുതൽ നടക്കത്തില്ല. ഇങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങൾ നിന്നെ ഇങ്ങനെ നെഗറ്റീവായി കേൾപ്പിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്ത അനുഭവങ്ങളിലേക്ക് നമ്മൾ കടന്നു വരും. കാരണം നമ്മൾ ഇന്നലത്തെ പ്രശ്നത്തിൽ, പ്രതികൂലത്തിൽ, കുറ്റബോധത്തിൽ, ആ പാപത്തിൻ്റെ അനുഭവത്തിൽ നിൽക്കുക. പക്ഷേ നമുക്ക് ദൈവത്തോട് സമാധാനം പ്രാപിച്ചാൽ, ഒന്നാമത് ദൈവം തരുന്ന സമാധാനത്തെക്കുറിച്ചാണ് ശ്രദ്ധിച്ചത് എങ്കിൽ രണ്ടാമത്തെ ചിന്ത നമുക്ക് ദൈവത്തോടുള്ള സമാധാനം. നിങ്ങൾ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഞാനും നിങ്ങളും ദൈവത്തോട് അടുക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥന ഇപ്പോൾ ദൈവം കേൾക്കുമെന്നുള്ള ഉറപ്പാണ് നമുക്ക് ദൈവത്തോടുള്ള സമാധാനം. അതിനാധാരമായി ഒരു വാക്യം നമുക്ക് ചിന്തിക്കാം. റോമാലേഖനം 5 അധ്യായം അതിൻ്റെ 1 വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ നമുക്ക് ദൈവത്തോട് സമാധാനത്തിലേക്ക് എത്താം, അല്ലെങ്കിൽ ദൈവമായിട്ട് അടുക്കാം എന്നുള്ളത് ആഴമായി മനസ്സിലാക്കുന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, റോമാലേഖനം 3 അധ്യായം അതിൻ്റെ 23 വാക്യം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. 24 വാക്യം കൂടെ, അവൻ്റെ കൃപയാൽ യേശുക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിത്രേ നീതീകരിക്കപ്പെടുന്നത്. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന വചനം വ്യക്തമായി പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആദാമ്യ കുലം മുഴുവൻ പാപത്തിലാണ് ജനിക്കപ്പെടുന്നത്. ആദാമ്യ കുലം മുഴുവൻ, ഓരോ കുഞ്ഞുങ്ങളും ഈ ലോകത്തിൽ ജനിച്ചു വീഴുമ്പോൾ അവരുടെ മേളിൽ പാപത്തിൻ്റെ അവകാശമുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം മൂലം എനിക്കും നിങ്ങൾക്കും സൗജന്യമായി ഒരു വീണ്ടെടുപ്പ്, സൗജന്യമായി ഒരു നീതീകരണം വെച്ചിരിക്കുകയാണ്. അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം മൂലം എനിക്കും നിങ്ങൾക്കും ശുദ്ധീകരണം പ്രാപിക്കാം. കഴുകലിലൂടെ ആ യേശുവിൻ്റെ രക്തത്തിലെ വീണ്ടെടുപ്പ് മൂലം നിങ്ങളുടെ ജീവിതം പുതിയതായി തീരാൻ പോവുകയാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളും നിങ്ങൾ തിരിച്ചറിയണം, ഇനി ഞാൻ പാപിയല്ല. യേശുവിൻ്റെ രക്തം, കുഞ്ഞാടിൻ്റെ രക്തം എൻ്റെ സകല പാപത്തെയും പോക്കി ശുദ്ധീകരിക്കുന്നുവെന്ന് യോഹന്നാൻ ലേഖനത്തിൽ പറയുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എത്ര കടുംചുമപ്പായ പാപത്തെയും ഇന്നലകളുടെ എത്ര തകർച്ചകളെയും യേശുവിൻ്റെ രക്തത്തിൽ നിങ്ങൾക്ക് നീതീകരണത്തിലേക്ക് കൊണ്ടുവരാം. ഇതാ സൗജന്യമായി ഒരു നീതീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലകളുടെ പാപങ്ങളെ പൊറുക്കുവാൻ ഇതാ യേശു ക്രിസ്തുവിനെ എൻ്റെ ദൈവം പരസ്യമാക്കി നിർത്തിയിരിക്കുക. ഇനി അത് ഓർക്കത്തില്ല കേട്ടോ. നിങ്ങൾ അവൻ്റെ പുത്രൻ്റെ രക്തത്തിൻ്റെ വിലയാണ്, നിങ്ങൾ വിലപ്പെട്ടവരാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും വായിച്ചു കേട്ട വാക്യത്തിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് യേശു ക്രിസ്തു നിമിത്തം നമുക്ക് പിതാവായ ദൈവത്തോട് സമാധാനമുണ്ട്. ഇപ്പോൾ മുതൽ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ അങ്ങയോട് അടുക്കുകയാണ്. ഇന്നലത്തെ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇനി അവകാശം പറയത്തില്ല. നിങ്ങളിപ്പോൾ തന്നെ ആ രോഗത്തിൻ്റെ ഭാരം, ആ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരാകുകയാണ്. നിങ്ങളുടെ ജീവിതം പുതിയതായി തീരുകയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കണം. യേശുവിൻ്റെ രക്തം ഇന്നും സംസാരിക്കുന്നതാ. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം. അങ്ങനെയുണ്ടെങ്കിൽ കേട്ട വചനങ്ങളെ ശ്രദ്ധിക്കുക. 1, നാം ദൈവം തരുന്ന സമാധാനത്തിൽ വിശ്വസിക്കുന്നു. 2, നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ജീവിതം ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തുമ്പോൾ നമുക്ക് വെളിപ്പെടുന്ന ദൈവിക സമാധാനം.
ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. 7-ാമത്തെ വാക്യം, എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കും. വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഒരുമിച്ച് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, ഇന്നു മുതൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുന്നില്ല, സകലതും പ്രാർത്ഥനയാലും അപേക്ഷയാലും 3 സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക. നിങ്ങൾ ഏത് പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും നിങ്ങൾ ആ വിഷയത്തിനകത്ത് ഒരു വാക്ക് പ്രാർത്ഥിക്കണം. 2 അപേക്ഷിക്കണം. 3 അതിനുവേണ്ടി നന്ദി പറയണം. എന്നിട്ട് ഈ നന്ദി പറച്ചിലൂടെ ദൈവത്തിൻ്റെ പാതപീഠത്തിലോട്ട് ആ വിഷയത്തെ വെക്കണം. അല്ലെങ്കിൽ അത് വചനത്തിൻ്റെ വ്യവസ്ഥയാണ്. അങ്ങനെ വയ്ക്കുന്ന ഒരു വ്യക്തിയും തകർന്നു പോകത്തില്ല. കാരണം 7-ാമത്തെ വാക്യം പറയുക, 7-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടെ വായിക്കാം. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കും. ഈ നിലകളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ഈ നിലകളിൽ വചനം അനുസരിക്കുന്നവരാണെങ്കിൽ, സകല ബുദ്ധിക്കും അതീതമായി, ഹൃദയത്തിലെ വിചാരങ്ങൾക്കും അപ്പുറത്തായി, നിലവുകൾക്കും അപ്പുറത്തായി ക്രിസ്തുവേശുവിൽ ദൈവിക സമാധാനം നിങ്ങളെ കാക്കാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഇപ്പോൾ മുതൽ 3 കാര്യം മറക്കരുത്. ദൈവം തരുന്ന സമാധാനം, നമുക്ക് ദൈവത്തോടുള്ള സമാധാനം. 3 വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതം ക്രമപ്പെടുത്തി ജീവിക്കുമ്പോൾ വെളിപ്പെടുന്ന സമാധാനം. ഹല്ലേലൂയ. ദൈവിക സമാധാനത്താൽ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. എങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിന് ശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കടന്നു വന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജിൻസി, ഞാൻ ചവറയിൽ നിന്ന് വരുന്നു. കർത്താവിൻ്റെ ലൈഫിൽ ചെയ്ത 3 പ്രധാന കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യത്തേന്ന് പറയുന്നത്, ഞാൻ 2021 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ തൈറോയിഡിൽ ഒരു ട്യൂമർ വന്നു. ആദ്യം അത് ചെക്ക് ചെയ്തപ്പം കുഴപ്പമൊന്നുമില്ല, ബിനൈൻ ട്യൂമറാണ്, പകുതി ലോബ് സർജറി ചെയ്ത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ വർഷം 2022 അത് ഒന്നുകൂടെ FNAC ചെയ്ത് നോക്കിയപ്പം അതിൽ ക്യാൻസറാണ്, എനിക്ക് ക്യാൻസറാണ്, അത് ഫുള്ള് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സർജറി കഴിഞ്ഞു, ഫുള്ള് റിമൂവ് ചെയ്തു. എന്നാൽ ബയോപ്സിക്ക് കൊടുത്തപ്പം അതിനകത്ത് ഏറ്റവും എഡ്ജിൽ വരെ ക്യാൻസർ സെൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ബോഡിയിലും ബാക്കിയുള്ള ടിഷ്യൂസിലും ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം ഞങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ വന്നിട്ടില്ലായിരുന്നു, ജൂനിയർ ഡോക്ടേഴ്സാണ് ഇരിക്കുന്നത്. അന്നേരം അവർ പറഞ്ഞു RCCയിലോട്ട് റെഫർ ചെയ്യണം. അന്നേരം എൻ്റെ മമ്മി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ മോളെ RCCയിലോട്ട് വിടല് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അവിടെ RCC ചെന്നതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനാണെങ്കിൽ 7 മാസത്തോളം അത് ഡിലേ വരും. അപ്പോഴത്തേക്കും എൻ്റെ ബാക്കിയുള്ള സെൽസിലോട്ടും ഇത് പടരാനുള്ള ചാൻസ് വളരെ കൂടുതലായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, എന്നാൽ RCC കാണിക്കണ്ട, ന്യൂക്ലിയർ മെഡിസിൻ സെക്ഷനിൽ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് കാണിച്ചു. അന്നേരം അവർ പറഞ്ഞു RCC വിടണ്ട, നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ചെയ്യാമെന്നും പറഞ്ഞ് എന്നെ വെളിയിൽ കൊണ്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ചർച്ചയിൽ വരുന്നത്. അന്നേരം ഇവിടെ ചർച്ചയിൽ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ജൂണിൽ കഴിഞ്ഞ പ്രാവശ്യം സ്കാൻ ചെയ്തപ്പം എൻ്റെ ദേഹത്ത് ക്യാൻസറിൻ്റെ സെൽസ് ഒന്നുമില്ല, ക്യാൻസർ പൂർണ്ണമായിട്ട് മാറിയെന്ന് പറഞ്ഞു. ക്യാൻസറിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ചു. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തേന്ന് പറയുന്നത്, സർജറി കഴിഞ്ഞ് എനിക്ക് ഈ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ്സ് കഴിക്കണം. സാധാരണ സർജറി കഴിഞ്ഞ ഒരാൾക്ക് 50 അല്ലെങ്കിൽ 75 ഡോസ് എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ക്യാൻസർ വന്നതുകൊണ്ട് 150 ഡോസ് വെച്ച ടാബ്ലറ്റ്സ് വന്നു. അന്നേരം ഞാൻ ഫിസിക്കലിയും മെൻ്റലിയും ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചു. എന്ന് വെച്ചാൽ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, കുറച്ച് നേരം നിൽക്കുമ്പോൾ എനിക്ക് തല ഇറങ്ങും, എൻ്റെ ബോഡിയൊക്കെ പെയിനായിരിക്കും. മെൻ്റലി എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, എനിക്ക് പെട്ടെന്ന് സങ്കടം വരും, എനിക്ക് കരച്ചിലൊന്നും പെട്ടെന്ന് ഞാൻ കരയും. അങ്ങനെ ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്തു. കേൾക്കുന്നവർക്ക് എത്ര അതിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്ത് നിന്ന സമയത്താണ് ഞാൻ ഈ ചർച്ചയിൽ വന്നത്. എനിക്ക് ഉറക്കമില്ലായിരുന്നു. ഞാൻ 5-6 മണി വരെയൊക്കെ കണ്ണ് തുറന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ രാത്രി കരഞ്ഞുകൊണ്ടാണ് ബെഡിൽ കിടന്നത്. അന്നേരം ഞാൻ ഈ ചർച്ചിൽ വന്നത്. അന്നേരം പാസ്റ്റർ പറഞ്ഞു, മോളെ നിനക്ക് ഉറക്കമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പാസ്റ്റർ പ്രാർത്ഥിച്ചു. അന്നോട്ട് എനിക്ക് ഉറക്കമുണ്ട്, ഞാൻ മെൻ്റലിയും ഫിസിക്കലിയും എല്ലാം സ്ട്രോങ് ആയി. മൂന്നാമത്തേന്ന് പറയുന്നത്, ഞാൻ 2020 +2 പാസ് ഔട്ടായ വ്യക്തിയാണ്. പിന്നെ എനിക്ക് എൻ്റെ കരിയറിലൊരു ഗ്രോത്ത് ഉണ്ടായിട്ടില്ല. ഞാൻ MBBS പഠിക്കും എന്നായിരുന്നു എൻ്റെ വാഗ്ദത്തം. പക്ഷേ എനിക്ക് എവിടെ അഡ്മിഷൻ കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്രാവശ്യം എനിക്കറിയാം സെൽഫിലൊരു കോളേജിൽ കിട്ടുമെന്ന് എനിക്കറിയാം. എന്നാൽ അതിൻ്റെ ഫീസൊന്നും എൻ്റെ വീട്ടിൽ അത്ര അഫോർഡബിൾ അല്ലായിരുന്നു. അത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് ഇപ്രാവശ്യം അഡ്മിഷൻ നേടണം, എനിക്ക് എവിടെയെങ്കിലും ഇപ്രാവശ്യം അഡ്മിഷൻ കിട്ടണം. 3 വർഷമായി എനിക്ക് ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും അഡ്മിഷൻ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ബുധനാഴ്ച ഓഗസ്റ്റ് 2-ാം തീയതി ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പം പാസ്റ്റർ പറഞ്ഞു, മോളെ നീ പേടിക്കണ്ട, എല്ലാം കർത്താവ് ചെയ്യുമെന്ന് പറഞ്ഞു.
അങ്ങനെ ഓഗസ്റ്റ് 8-ാം തീയതി എനിക്ക് അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. അന്നേരവും പൈസയൊന്നും ആയിട്ടില്ല. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ഞാൻ ഫാസ്റ്റർ പറഞ്ഞു പേടിക്കേണ്ടെന്ന് പറഞ്ഞ ആ വാക്കിൽ ഞാൻ കർത്താവിൽ വിശ്വസിച്ചു. ഞാൻ പോയി സർട്ടിഫിക്കറ്റ്സ് എല്ലാം റെഡിയാക്കി. ശനിയാഴ്ച ആയപ്പോഴത്തേക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം റെഡിയായി. അന്നേരം എൻ്റെ കയ്യിൽ ക്യാഷൊന്നും ആയിട്ടില്ല. അങ്ങനെ ഞായറാഴ്ച ഞാൻ വീണ്ടും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ക്യാഷ് ഫുള്ള് റെഡി ആയിട്ടില്ല. ഫാസ്റ്റർ പറഞ്ഞു മോളെ നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നീ അഡ്മിഷൻ എടുക്കാൻ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ തിങ്കളാഴ്ച ആയപ്പോഴത്തേനും എൻ്റെ ക്യാഷ് എല്ലാം റെഡിയായി. ഞാൻ പോയി DD എടുത്തു. ബുധനാഴ്ച ഞാൻ അവിടെ ചെന്ന് അഡ്മിഷൻ എടുത്തു. കർത്താവ് ചെയ്തതിനായി നന്ദി. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ഞായറാഴ്ച ഞാൻ ഇവിടുന്ന് പോയി. തിങ്കളാഴ്ച ആയപ്പോൾ എനിക്ക് ഛർദിലായിട്ട് ഒരു 10 മണി കഴിഞ്ഞപ്പോൾ രാവിലെ ഛർദിലായി. എന്തുവാണെന്നൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ നേരം വയ്യപ്പോഴത്തേക്കും എനിക്ക് പനിയും തലയ്ക്കകത്ത് ഉച്ചയ്ക്കകത്ത് ഭയങ്കര വേദന. അപ്പം ഞാൻ അങ്ങനെ കിടന്നിട്ട് ഞാൻ മോളോട് പറഞ്ഞു മോളെ പാസ്റ്റർക്ക് മെസ്സേജ് അയക്കുക, എനിക്ക് തീരെ വയ്യ, എനിക്ക് എഴുന്നേക്കാനും ഒന്നും വയ്യായിരുന്നു. അങ്ങനെ മോള് മെസ്സേജ് അയച്ചു. പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു രാത്രിയിൽ അത് പൂർണ്ണമായി സൗഖ്യം കിട്ടുമെന്ന്. പക്ഷേ രാത്രിയിൽ ഞാൻ ഉറങ്ങുന്നില്ല, എനിക്ക് തിരിഞ്ഞും മറിഞ്ഞും ഞാൻ കിടക്കും. എനിക്കറിയാൻ സൗഖ്യം കിട്ടുന്നുണ്ടെന്ന്. പക്ഷേ സൗഖ്യം കിട്ടി. പക്ഷേ ഞാൻ ബുധനാഴ്ച രാവിലെ പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റ് വരാനെ കൊണ്ട് പറയുക എനിക്ക് ഒട്ടും വയ്യ, വീണ്ടും വയ്യ. അങ്ങനെ ഞാൻ കിടന്നു എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ പോകത്തില്ല. 14 വർഷം കൊണ്ട് എൻ്റെ കർത്താവിനെ അറിഞ്ഞണക്ക് ഇന്ന് വരെ ഒരു രോഗത്തിനും ഒരു ഹോസ്പിറ്റലിൽ ഞാൻ പോകാൻ എൻ്റെ ദൈവം എനിക്ക് ഇടയാക്കില്ല. എൻ്റെ അപ്പം തരുന്ന ആ സ്നേഹത്തോടുള്ള സൗഖ്യം മതി എനിക്ക്. അങ്ങനെ ഞാൻ കടന്ന് വെള്ളിയാഴ്ച 4 മണി കഴിഞ്ഞപ്പോൾ എനിക്ക് കർത്താവ് പൂർണ്ണ സൗഖ്യം തന്നു. പ്രാർത്ഥിച്ച ദൈവദാസനും സഹോദരനും ദൈവത്തിന് അതിനെക്കാട്ടിലുപരിയായി കോടി നന്ദി പറയുന്നു. സാക്ഷി പ്രിയരെ, വചനവും ഈ സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എത്ര പേർ ഈ സമയത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? കർത്താവ് ഒരു ഭയങ്കര അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. അല്ലെങ്കിൽ ആ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് കരം വയ്ക്കണം. വലിയ വിടുതൽ സംഭവിക്കാൻ പോകുന്നു. ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്ത വലിയ സാക്ഷ്യങ്ങൾ തുറക്കാൻ പോവുകയാണ്. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇതൊരു അത്ഭുതത്തിൻ്റെ സമയമാണല്ലോ അപ്പാ. ലോകം കാണാത്ത വിടുതലുകൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കരം ചലിക്കണമേ അപ്പാ. അങ്ങയുടെ മഹത്വം ചലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം ഇപ്പോൾ തന്നെ ഹല്ലേലൂയ ഈ മക്കൾക്ക് വേണ്ടി തുറക്കണമേ അപ്പാ. എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ചിലവർക്ക് വേണ്ടി ഞാൻ ഈ കാണുന്നത് തളർന്നു കിടക്കുന്ന ചിലവരെ തൊടുകയാണ്. ദൂതന്മാർ നിങ്ങളുടെ വീട്ടിൽ ഇറങ്ങി വരുന്നു. അത്ഭുതകരമായി സൗഖ്യങ്ങൾ നടക്കുകയാണ്. ഹല്ലേലൂയ. 91-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം പറയുന്നു, നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതാണ് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. വിശ്വസിക്കാമെങ്കിൽ ഇപ്പോൾ ദൂതന്മാരുടെ വലിയ ചലനം നിങ്ങളുടെ വഴികളെ തുറക്കുകയാണ്. ജോസ് എന്ന് കാണിക്കുന്ന ഒരു ബ്രദറിന് വേണ്ടി ഇപ്പോൾ അത്ഭുതകരമായി വഴി തുറക്കുകയാണ്. അതേപോലെ തന്നെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് സനൽ എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ആ മകൻ്റെ ജീവിതത്തിനകത്ത് വിടുതലുകൾ കർത്താവ് ചെയ്യട്ടെ അപ്പ. ഞാൻ അതേപോലെ വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന ചിലവരെ കണ്ണുനീരെ കർത്താവ് തുടയ്ക്കണം. ചില പിതാക്കന്മാരും ചില അപ്പനും അമ്മയും എൻ്റെ കൂടെ ചേർന്ന് ചിലവർ പ്രാർത്ഥിക്കുന്നുണ്ട്. എത്ര ശ്രമിച്ചിട്ടും വഴി തുറക്കാതെ തലമുറകളെ വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. ഹല്ലേലൂയ. അതേപോലെ തന്നെ അവർ വഴിതെറ്റി മദ്യപാനത്തിലും പ്രശ്നത്തിലും പോയി ജീവിതം തകർന്ന കുടുംബജീവിതം തകർന്നു പോയി എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യുകയാണ്. കർത്താവെ, അങ്ങയുടെ കരം വെളിപ്പെടുത്തണമേ അപ്പ. അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. അങ്ങയുടെ മഹത്വം വെളിപ്പെടട്ടെ അപ്പ. അങ്ങയുടെ കരം വെളിപ്പെടട്ടെ. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ ഓരോ മക്കളുടെ ജീവിതത്തിനകത്തും ഒരു വലിയ വിടുതൽ സംഭവിക്കുകയാണ്. ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടി അത്ഭുതകരമായ വഴികൾ തുറക്കുകയാണ്. നിങ്ങൾ പോലും കാണാത്ത രാജ്യങ്ങളുടെ നിയമം നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അനുകൂലമാകുകയാണ്. നിങ്ങൾ യാത്ര ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബം സ്വസ്ഥമാകാൻ പോവുകയാണ്. അത്ഭുതകരമായി വിടുതലുകൾ ഈ മക്കളുടെ മേലിൽ സംഭവിച്ചതിനായി നന്ദി. ഹല്ലേലൂയ. ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ കർത്താവ് സോനു എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സോനുവിന് വേണ്ടി ഒരു വിടുതൽ കർത്താവ് അയക്കുകയാണ്. ഹല്ലേലൂയ. അതേപോലെ തന്നെ മഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മഞ്ജുവിൻ്റെ കണ്ണുനീര് കുടുംബ പ്രശ്നങ്ങൾ കർത്താവ് തീർക്കുകയാണ്. അനീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനീഷിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവുകൾ കർത്താവ് അയക്കുകയാണ്. കർത്താവെ, പൂർണ്ണമായിട്ടും എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അത്ഭുതകരമായ വിടുതലുകൾ സംഭവിക്കട്ടെ. അത്ഭുതകരമായ വാതിലുകൾ തുറക്കട്ടെ. കർത്താവെ, ഓരോ മക്കളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇവരെ വഴി തുറന്നിരിക്കുന്നതിനായി സ്തോത്രം. ഇവർ അത്ഭുതം കാണുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ.
പ്രിയരെ, ഈ വചനവും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് സ്പെഷ്യൽ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്താട്ടെ, വേഗത്തിൽ തന്നെ വിളിച്ചുകൊണ്ട് അത്ഭുത സാക്ഷ്യത്തിലേക്ക് നിങ്ങൾ കടന്നു വരണമേ. പ്രത്യേകിച്ച് പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി 811 എന്ന് കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ വിളിച്ചാട്ടെ. അല്ലെങ്കിൽ അതേപോലെ തന്നെ 9072 എന്ന് കാണുന്ന നമ്പറിൽ വാട്സാപ്പ് അവൈലബിൾ ആണ്. അതിനകത്തോട്ട് നിങ്ങൾ ഒന്നുകൂടി ഓർപ്പിക്കുന്നു, വാട്സാപ്പാണ്. അല്ലെങ്കിൽ അതിനകത്ത് നിങ്ങൾ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്താട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കും. അല്ലെങ്കിൽ അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് അല്ലെങ്കിൽ സൂം ആരാധന നടക്കുന്നു. ആയിരങ്ങൾക്ക് ഇത് വിടുതലായിട്ടുണ്ട്. കർത്താവ് നിങ്ങളെ കൂടുതൽ മാനിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരട്ടെ. അതേപോലെ തന്നെ പ്രത്യേകമായി ഒരു കാര്യം ഓർപ്പിക്കുന്നു, നമ്മുടെ യൂട്യൂബും ഫേസ്ബുക്കും ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്താട്ടെ. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. എങ്കിൽ ഈ മിനിസ്ട്രിക്ക് വേണ്ടി സഹായിക്കണമേ. ഒരു എപ്പിസോഡിനെങ്കിലും നിങ്ങൾ കരം നീട്ടണം. അതേപോലെ തന്നെ സഭയായിട്ട് അനാഥർക്ക് ഹല്ലേലൂയ നമുക്ക് ഓരോ നേരത്തെ ഫുഡ് ഓരോ ദിവസം അറേഞ്ച് ചെയ്യുന്നു. ഹല്ലേലൂയ. കൊല്ലത്തെ സഭയോട് ചേർന്നാണ്. നിങ്ങൾക്കും സഹായിക്കാൻ പറ്റുമെങ്കിൽ, അതിനകത്ത് പങ്കുചേരാൻ പറ്റുമെങ്കിൽ ചേർന്നാട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേ സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.